ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ടീനേജേഴ്സിനും കിഡ്സിനും വേണ്ടിയിട്ടുള്ള വെക്കേഷൻ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ്. കുറേ നാളായി നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടും ഏറ്റവും കൂടുതൽ ഞാൻ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്താലും ഈ ഒരു വീഡിയോ എന്താ ഇല്ലാത്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെക്കേഷൻ ആക്കാൻ വേണ്ടി ഈ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ അവർ എഴുന്നേറ്റുണ്ടായിരുന്നത് 6 മണിക്കാണ്. കാരണം നമ്മൾ ഈസ്റ്റർ സമയമായതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ അവർ ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ ആവും എഴുന്നേൽക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലേറ്റായിട്ട് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസം മുതൽ ഒരു 7 മണിക്ക് എഴുന്നേറ്റാലാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുക. ഇങ്ങനെ കാര്യം ചെയ്യണേ എന്തിട്ട് വെച്ച് കാണിക്കണേ. ഓക്കെ സ്റ്റാർട്ട്. എനിക്ക് എസ്തെറ്റിക് ആയിട്ട് രാവിലെ എണീക്കണം. എല്ലാവരും എണീക്കാൻ ഇതിലൊക്കെ ആൾക്കാർ ഇരിക്കാൻ കണ്ടിട്ടില്ലേ? ഉറക്കത്തിന് ഇരിക്കുന്നു. പക്ഷെ മുമ്പേ കുട്ടി ഇവിടെ വെച്ചിട്ട് ഉറക്കത്തിന് നിങ്ങളെ എസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അരിയൊക്കെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഇതാണ് തമാശ. കാരണം പകുതി നേരം വർത്താനം പറഞ്ഞും ചിരിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് ടൈം ഇങ്ങനെ കുറേ പൂട്ടാം. കാരണം ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, വലുതായ കാരണം തന്നെ അവർക്ക് എപ്പോഴും ചിരി വരും. അതുമാത്രമല്ല, ആദ്യം ഇവർ പറയും എസ്തെറ്റിക് ആയിട്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം വീഡിയോ നല്ല ഭംഗിയിൽ. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പഴയ സ്റ്റൈലിലോട്ട് തന്നെ വരും. കാരണം എത്ര നേരം എന്ന് വെച്ചിട്ട് നമ്മൾ എസ്തെറ്റിക് ആയിട്ടൊക്കെ ചെയ്യുക. നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ അത്രയ്ക്കൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരു 7 മണിക്ക് നമ്മൾ എഴുന്നേറ്റു എന്ന് വിചാരിക്കും. ഒരു 15 മിനിറ്റ് ടൈം എടുത്തിട്ട് നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. ബ്രഷ് ചെയ്യുക, നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി നല്ല വൃത്തിയാവുക, നമ്മുടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ബെഡും ആ ഒരു ബ്ലാങ്കറ്റും ഇതെല്ലാം ഫോൾഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് 15 മിനിറ്റ് ടൈം. നമ്മളെല്ലാത്തിനും കുറച്ച് ടൈമിങ് ശ്രദ്ധിക്കുകയാണെങ്കിലേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ ടൈം വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റും കേട്ടോ. അങ്ങനെ സമയം 7:15 വല്ലാ ദിവസം കൃത്യം 7:15 ആകുമ്പോൾ ചായ കുടിക്കാൻ വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും വരാൻ പോണില്ല എന്തായാലും അല്ലേ. ചില ദിവസം 7:20 ആവും, ചില ദിവസം 7:30 ആവും, ചില ദിവസം രാവിലെ 7 മണിക്ക് തന്നെ എഴുന്നേക്കണമെന്നൊന്നുമില്ല, മടി പിടിക്കും. എല്ലാ ദിവസം ഇങ്ങനെയല്ല കേട്ടോ. പലപ്പോഴും റുട്ടീൻ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുക എല്ലാ ദിവസം ഇങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എന്തായാലും അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ഓരോ ദിവസം ഓരോ തരമായിരിക്കും. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം പുറത്ത് ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ നമ്മൾ. അല്ലാതെ വീടിൻ്റെ അകത്ത് ഫുൾ ടൈം ഇരിക്കാതെ. ഞാൻ മക്കളോട് എപ്പോഴും പറയുന്ന കാര്യം, അവർക്ക് എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇസയാണെങ്കിൽ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലൂവിക്കോ മാങ്ങയോ അല്ലെങ്കിൽ ഇനി വേപ്പിലയോ മുളകൊക്കെ വീട്ടിലേക്ക് വേണമെങ്കിൽ അതൊക്കെ പൊടിച്ചുകൊണ്ട് വരും. അപ്പോൾ അവൾക്ക് മാങ്ങയും ലൂവിക്കൊക്കെ ഉപ്പ് മുളകൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് അതെല്ലാം അന്വേഷിക്കലാണ് അവളുടെ പരിപാടി. നമ്മൾ മാങ്ങ പൊട്ടിക്കുമ്പോൾ എപ്പോഴും ആ ഒരു മാങ്ങ നമ്മൾ സൈഡിലേക്ക് ചെരിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുക കേട്ടോ. അല്ലെങ്കിൽ മാങ്ങയുടെ ചൊണ്ണയുണ്ടല്ലോ അതിങ്ങനെ ഫേസിലേക്ക് വീഴും, അല്ലെങ്കിൽ കൈമൊക്കെ വീണ പൊള്ളൽ പോലെ ഇങ്ങനെ വരും. മാങ്ങ അധികം അങ്ങനെ പൊട്ടിക്കാത്തവരോട് പറയണം. ചിലപ്പോൾ അങ്ങനെ വീഡിയോ കാണുമ്പോൾ എന്നാൽ ഞാൻ നാളെ തൊട്ട് മാങ്ങ പൊട്ടിക്കാന്ന് വെച്ച് പോകുമ്പോൾ ഇങ്ങനെ അബദ്ധമൊന്നും പറ്റാണ്ട് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അതേ നമ്മുടെ മാങ്ങയും ലൂയിക്കും ഒക്കെ പൊട്ടിച്ചൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങനെ സമയം 7:45 അവർ രണ്ടുപേരും അകത്തോട്ട് വന്നപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഈ വെജിറ്റബിൾസ് സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് സ്പോട്ടിഫൈ എന്ന് പറഞ്ഞുള്ള ആപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പാട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ അതിലിങ്ങനെ പ്ലേ ചെയ്ത് വെക്കാം. സ്ക്രീൻ ഓൺ ആക്കി വെക്കേണ്ട ആവശ്യമില്ല, യൂട്യൂബിൻ്റെ പോലെ ഫുൾ ടൈം ഓൺ ആക്കി വെക്കേണ്ട. അപ്പോൾ പാട്ട് കേട്ട് പണികൾ ചെയ്യുകയും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവാൻ ഇനി അരമണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ മോള് പറഞ്ഞു ഞാൻ സൈക്കിളൊന്ന് വാഷ് ചെയ്ത് വെക്കാൻ കുറച്ചധികം ദിവസമായി. ഇനിയാണെങ്കിൽ മുടക്കമുള്ള കാരണം സൈക്കിളിടയ്ക്ക് ഓടിക്കാനും പറ്റുമല്ലോ.
അങ്ങനെ സമയം 8:45 ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. വെക്കേഷൻ സമയത്ത് പരമാവധി എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയാൽ നന്നായി. ചില ദിവസം മക്കളൊക്കെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കാണെങ്കിൽ ചിലപ്പോൾ അവർ ഒപ്പം ഇരുന്ന് കഴിക്കില്ല. ഇതുപോലെ ടൈമിനെല്ലാം കറക്റ്റ് ചെയ്യുന്ന ദിവസങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നൊക്കെ സംസാരിക്കുക. അതോടൊപ്പം അത് കഴിഞ്ഞാൽ കുറച്ച് നേരം വീട്ടിലെ പണികളിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക പാരൻസിനെ. അപ്പം നമുക്കായാലും എനിക്കായാലും ഒക്കെ ആഗ്രഹം രാവിലെ എഴുന്നേറ്റ് വേഗം തന്നെ ടിവിയും ഫോണൊക്കെ വെച്ചിരുന്ന് എൻജോയ് ചെയ്ത് ചില്ലേനായിരിക്കും. പക്ഷേ പാരൻസ് ഒരുപാട് സമയം പണികളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു എഫേർട്ട് എടുത്തിട്ട് കുറച്ചെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ഫോണും നോക്കിയിരിക്കുമ്പോൾ അവർക്ക് നമ്മളെ വന്ന് ഉപദേശിക്കാനോ അതിനൊന്നും തോന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ പാടെ ഫോൺ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും അവരിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എന്തെങ്ങനെ ചെയ്യണേ, നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്തൂടെ, അല്ലെങ്കിൽ നീ 18 വർഷം തന്നെ ഫോൺ എടുത്താണ് ഇരിക്കണേ. ഇത് മൊത്തം കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമല്ല, എൻ്റെ മക്കൾക്കും ഇഷ്ടമല്ല വന്ന് ഉപദേശിക്കുന്നത്. അവരെ എപ്പോഴും പറയാം, അമ്മ ഉപദേശം കുറയ്ക്ക്, ഇത്രയും വേണ്ടാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മൾ കണ്ടറിഞ്ഞ് നമ്മുടെ പാരൻസിന് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു സമാധാനമാണ്. ഓക്കെ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ, ഞാൻ ചെയ്യുന്ന ജോലികൾ മനസ്സിലാക്കാൻ എൻ്റെ മക്കൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നും. അപ്പോൾ അവർക്കായാലും നമ്മുടെ ഒരു ഫ്രീ ടൈം ഇരുന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യൂല, റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാനും പറ്റും. അങ്ങനെ സമയം 10 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുളിച്ച് ഫ്രഷായി നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്ന ടൈമാണ്. ടീനേജേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡ്രസ്സും കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ടൈം എല്ലാ ദിവസവും ഇങ്ങനെ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്ന ദിവസം ഇതിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കും. നേരത്തെ എഴുന്നേറ്റാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ടൈം കൊണ്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ സമയം ഇപ്പോൾ 10:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇങ്ങനത്തെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ജ്യൂസോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ നമുക്ക് സ്റ്റൗ ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഫോണിൽ ഇങ്ങനെ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും സ്വയമേ നമ്മൾ ഉണ്ടാക്കാനും കൂടി നോക്കുക. അപ്പോൾ അത് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇതെല്ലാം ഒരു ലൈഫ് സ്കില്ലാണ്. അതായത് നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അല്ലാതെ പെൺകുട്ടികൾ മാത്രം കുക്കിംഗ് പഠിക്കണമെന്നോ ആൺകുട്ടികൾ പഠിക്കേണ്ടതോ അങ്ങനെയൊന്നുമില്ല ഒരു കാര്യം. ഇത് നമ്മൾക്കൊരു സ്കില്ലാണ്. ഇത് എവിടെ ചെന്നാലും നമുക്കിതൊക്കെ ചെയ്ത് പഠിച്ചാൽ അവിടെ ചെന്ന് നമുക്കിതൊക്കെ ഫാസ്റ്റായിട്ട് കുറച്ചും കൂടി ചെയ്യാൻ പറ്റും. വലുതായാലും നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റാൻ നേരത്തെ കൂട്ടി പഠിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനിയാണ് അവർ വെയിറ്റ് ചെയ്തിരുന്ന ടൈം, അവരുടെ ഫോൺ ടൈം. അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, വെക്കേഷൻ നമ്മൾ 2 മണിക്കൂറേ ഫോൺ യൂസ് ചെയ്യുള്ളൂ. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടായിട്ട് ഉപയോഗിക്കാം. ബാക്കിയുള്ള സമയങ്ങളിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. കാരണം അല്ലെങ്കിൽ ഫോൺ നമ്മൾ കുറേ ടൈം ആയാലില്ലേ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല, ഇത് അങ്ങനെ ഇരിക്കാൻ തോന്നും. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഗെയിം, അതായത് ഇപ്പോൾ ഒരു 3-ലോ 4-ലോ 5-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു ഗെയിമാണിത്. ഇതിൻ്റെ പേരാണ് ടോക്ക ബോക്ക. അപ്പോൾ ഇത് സേഫാണ്, മാത്രമല്ല ഒരു പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ എല്ലാ വെക്കേഷനും ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ കാണാറുണ്ടാവും, പല വെക്കേഷൻ വീഡിയോസിൽ ഈ ഒരു ഗെയിം ഉണ്ടാവും. ഇവരിപ്പോഴും ഈ ഒരു ഗെയിം പ്ലേ ചെയ്യാറുണ്ട്. എനിക്കിടക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം നല്ല രസമാണ്. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത, ഇതൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് പല അതായത് ബിൽഡിങ്സ് ഉണ്ട്, വീടുകളുണ്ട്, അതുപോലെ തന്നെ കടകളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, ഇതെല്ലാതും ഉണ്ട് കേട്ടോ. നമുക്കിതിൽ ഒരു ഡോളിനെ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ആ ഡോളിനെ കൊണ്ട് നടന്ന് അവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞു ഐറ്റംസ് വരെ എടുത്ത് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഡോൾ ഹൗസൊക്കെ കളിക്കില്ലേ, ആ ഒരു സ്റ്റൈലിൽ തന്നെ കേട്ടോ. അപ്പോൾ അതിൽ അൽമാരയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുഞ്ഞു സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല രസമാണത്. ബ്യൂട്ടി പാർലർ ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഈ ഡോളിനെ കൊണ്ടുപോയിട്ട് നമുക്ക് അതെല്ലാം അത് ഉപയോഗിക്കാം. അത് മാത്രമല്ല അവിടെ കുറേ ആൾക്കാർ വേറെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ, അവരൊക്കെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നല്ല രസമാണ്. അത് നമുക്ക് വീടുണ്ടാക്കാം. ആ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫേർണിച്ചേഴ്സ് വെക്കാം. നല്ല രസമാണ്. കുട്ടികൾക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഐഡിയാസ് കിട്ടും. മാത്രമല്ല നമുക്ക് സിനിമയുടെ കഥയൊക്കെ പറയണ പോലെ കഥയൊക്കെ പറയാം. ഇവരങ്ങനെയാണ് കളിക്കാറിട്ടാ. ഡോളിനെ വെക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഥ ഉണ്ടാക്കി അതിൽ റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് റെക്കോർഡ് ചെയ്ത് ഒരു സിനിമ പോലെയൊക്കെ നമ്മൾ ഒരു ആനിമേഷനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്രിക്സും ഒക്കെ ഇതൊക്കെ യൂട്യൂബിലൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിൽ കുറേ സീക്രട്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പ്ലേ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ് കുട്ടികൾക്ക്. ഇതുപോലത്തെ വേറെ ഗെയിം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇസയ്ക്ക് കൂടുതൽ ഇഷ്ടം പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. കാരണം അതിലിങ്ങനെ കുറേ ക്രാഫ്റ്റ് ഐഡിയാസ്, ഫാഷൻ ഐഡിയാസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ യൂട്യൂബിൽ സിനിമയുടെ എക്സ്പ്ലനേഷൻസ് കുറേ ഇങ്ങനെ കേൾക്കുക.
അതുപോലെ തന്നെ ടീനേജേഴ്സിൻ്റെ വ്ളോഗുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. ഇനി 11:30 മുതൽ 1 മണി വരെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോബീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈമാണ്. ക്രാഫ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കാലിഗ്രഫി എഴുതി പഠിക്കാം, അങ്ങനത്തെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചും കൂടി ഭംഗിയിലൊക്കെ എഴുതുന്നതില്ലേ അതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ തയ്യൽ ചെയ്യാം, കുക്കിങ്ങിൻ്റെ എന്തെങ്കിലും ട്രൈ ചെയ്യാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അപ്പോൾ ഇസയാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിൻട്രസ്റ്റിൽ എന്തോ കണ്ടു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്, ഈസി ആയിട്ടുള്ളത്, പേപ്പർ കൊണ്ടുള്ളത്. അപ്പോൾ ഒരു മിൽക്ക് കാർട്ടൺ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ചെറിയൊരു ബോക്സ്, അതിങ്ങനെ ക്യൂട്ടായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അതിലെന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബോക്സ്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സുള്ള സമയമാണെങ്കിൽ ഒന്നിനും നേരമൊന്നുമില്ല, ക്രാഫ്റ്റ് ചെയ്യാനൊന്നും ആദ്യത്തെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. വീഡിയോസ് ഇങ്ങനെ കാണും, ഒന്നും ചെയ്യാറൊന്നുമില്ല. പണ്ടാണെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് കൂട്ടിയിട്ട് റൂമിൽ നിന്ന് നമ്മളിതിങ്ങനെ എടുത്ത് മാറ്റണം, കാരണം ഫുൾ ടൈം റൂം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കും കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാത്ത കാരണം തന്നെ അവൾ പറഞ്ഞു അന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കുറേ ഇങ്ങനെ കാണുന്നുള്ളൂ, ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിൽ റോസൂന് എന്തെങ്കിലും കുഞ്ഞി ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ജസ്റ്റ് A4 ഷീറ്റ് പേപ്പർ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ മിൽക്ക് കാർട്ടൺ, പേപ്പർ മിൽക്ക് കാർട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് ഉണ്ടാക്കണത് നമുക്ക് ഈസി ആയിട്ട് വീഡിയോസ് കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കുറോമിയ അങ്ങനെ പറയണ എന്തോ അല്ലേ, എനിക്കത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയില്ല കേട്ടോ. കുറോമി, സിനമൻ റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സ്, ആ കാണുന്ന സ്റ്റിക്കേഴ്സ്, അത് നമ്മൾ ബർത്ത്ഡേയുടെ സമയത്ത് എനിക്ക് അറിയായിരുന്നു ഇവർക്ക് ഇങ്ങനത്തെ സ്റ്റിക്കർ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്തത്, പക്ഷേ അതൊന്നും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈസി ആണെങ്കിൽ ഒരു സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഉപയോഗിക്കില്ല, എല്ലാം അങ്ങനെ പാക്കറ്റിൽ ഭംഗിയിൽ വെക്കും. റോസും ആണെങ്കിൽ എല്ലാം ബുക്കും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കും, അവളിങ്ങനെ ഒന്നും എടുത്തൊന്നും വെക്കില്ല, ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞപ്പോൾ അവളെന്നാൽ പിന്നെ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ. പറഞ്ഞ പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ തോന്നില്ല, പക്ഷെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ എന്തായാലും ഇതിലുള്ള സ്റ്റിക്കേഴ്സ് നല്ല രസമാണ്, നല്ല ഇങ്ങനെ കട്ടിയിൽ പഫ് എന്ന് പറഞ്ഞ മോഡൽ സ്റ്റിക്കർ. അപ്പോൾ അതെന്തായാലും നമ്മൾ ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു, പിന്നെ കുറച്ച് കളറൊക്കെ ചെയ്തു, അത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പത്തിലുള്ള ക്രാഫ്റ്റ് കിട്ടുക, കാരണം നമ്മൾ ആദ്യമായിട്ട് കുറേ നാളിന് ശേഷം ചെയ്യുമ്പോൾ ടഫായിട്ടുള്ളത് എടുത്താൽ പകുതിക്ക് വെച്ച് മടുക്കും. അപ്പോൾ അതിൽ നല്ലത് ഏറ്റവും ഈസി ആയിട്ടുള്ള എന്തെങ്കിലും സെലക്ട് ചെയ്യുക, അത്രയും ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഈ ബോക്സൊക്കെ ഇതേ ഈസി ഉണ്ടാക്കി, അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതേ ഐറ്റംസാണ് വെച്ചത് റോസൂന് ഇത് കൊടുക്കാം. സാധാരണ ഇസയാണ് ടോയ്സൊക്കെ വെച്ചിട്ട് കളിക്കുക, അതായത് ബാർബി ഡോളും അങ്ങനെയൊക്കെ വെച്ചിട്ട് കുഞ്ഞു ഐറ്റംസൊക്കെ എടുത്തിട്ട് വന്നിട്ട്. പക്ഷേ റോസുവിന് അതിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് അല്ല കേട്ടോ. പക്ഷേ ഈ ഒരു വർഷം റോസുമാണ് ഇതെല്ലാം എടുത്തിട്ട് വന്നത്. ഇത് ബാർബി അല്ല, ബാർബിയുടെ പോലത്തെ ഒരു പാവക്കുട്ടി, അത്രയേ ഉള്ളൂ. പിന്നെ അതിലേക്ക് വേണ്ട കുഞ്ഞു ഐറ്റംസൊക്കെ നമ്മൾ ഓരോ ഡോളൊക്കെ മേടിക്കുമ്പോൾ കിട്ടിയതും പിന്നെ ഓരോ ടോയ്സിൽ കിട്ടിയ ഐറ്റംസ് എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ചെറിയ ഐറ്റംസ് എല്ലാം നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കുക പാവക്കുട്ടിക്ക് കളിക്കാൻ. പിന്നെ ഈ ഉടുപ്പുകളൊക്കെ നമ്മൾ സെറ്റായിട്ട് മേടിച്ചാട്ടോ, ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് 12 ഉടുപ്പുകളുടെ സെറ്റ്, 10 എണ്ണം അങ്ങനെയൊക്കെ കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള ഉടുപ്പായിരുന്നു ഈ കിട്ടിയത്. അതിൻ്റെ കൂടെ കുഞ്ഞു ചെരുപ്പ്, ക്രൗൺ, പിന്നെ കണ്ണാട, പാവയ്ക്ക് വയ്ക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് ആ ഒരു ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്താണ് ആ ഒരു സെറ്റ്. അപ്പോൾ ഈസിയാണെന്നുണ്ടെങ്കിൽ ഈ ഡോളിന് വേണ്ടിയിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബെഡ്റൂമും കിച്ചൺ അങ്ങനെ ഓരോ റൂമൊക്കെ ആയിട്ടാണ്. പക്ഷേ ഈ വർഷം അത് എടുത്തപ്പോൾ അതെല്ലാം ഇങ്ങനെ കാർഡ്ബോർഡ് ആയതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാം കേടായി. പിന്നെ എല്ലാം മുകളിൽ കൊണ്ട് ഇങ്ങനെ ബാൽക്കണിയിൽ ഇട്ടേക്കണോണ്ട് അതെല്ലാം അങ്ങനെ പൊടിയൊക്കെ പിടിച്ച് കേടായി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും സൂക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കുറേ കഷ്ടപ്പെട്ട് അതൊക്കെ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റോസും അതൊക്കെ ഇരുന്ന് കളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതേ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ലഞ്ച് കഴിക്കാനതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളെല്ലാവരും കൂടി എന്തെങ്കിലും സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയൊക്കെ കണ്ടവരും അവിടെ ഇരിക്കും. അപ്പോൾ പഴയ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ സിനിമകളൊക്കെ കാണും. ചില സിനിമയൊക്കെ ഞങ്ങൾ കണ്ടത്, അത് മനു അങ്കിൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുൻപ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നാലും വീണ്ടും കുറച്ച് നേരം ഇരുന്ന് കണ്ടു, മുഴുവനൊന്നും കാണാനിരിക്കാറില്ല. 1 മണിക്ക് ചോറ് കഴിക്കാതിരുന്ന ഒരു 1:30 വരെയൊക്കെ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കെടുക്കാനായിട്ട് പോകും. ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങും. ഇവർ ഉറങ്ങുമൊന്നുമില്ല കേട്ടോ, അവർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇവർ ഫോൺ നോക്കാനായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ 2 മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂറോളം ഫോണിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടത് കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം എന്തെങ്കിലും കളിക്കാനോ ഒക്കെ ഇരിക്കും. റോസ് പതിവ് പോലെ ഈ ഒരു ബോക്ക തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഗെയിമും കൂടിയിട്ടുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ, അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മാള് പോലെ, അതായത് നമ്മുടെ ഷോപ്പിംഗ് മാളുണ്ടല്ലോ, അത് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആ മാളിൽ പോയിട്ട് അവിടെ പോയി ഓരോന്നൊക്കെ അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈസിയാണെങ്കിൽ എന്തോ സിനിമയുടെ എക്സ്പ്ലനേഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടം, ഓരോ സിനിമകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും.
അങ്ങനെ അത് കഴിഞ്ഞ് സമയം 2 മണിയായി. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ജോലികളും റെസ്റ്റിനൊക്കെ ആയിട്ട് പോകുന്ന ടൈമാണ്. പക്ഷേ ഇന്ന് ഇവർ എന്തൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. റോസ് ആണെങ്കിൽ ഈ ഒരു കഥ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബുക്കുകളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അവിടെ പോയ കളിക്കുടുക്ക, മാജിക് പോട്ട്, ബാലരമ അതെല്ലാം നമുക്ക് അവിടെ വായിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ റോസിന് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ബുക്കാണ്, കാരണം അത് വേഗം വായിച്ച് കഴിയുമല്ലോ. പിന്നെ കഥ ബുക്കുകൾ വേറെയും എടുക്കും. അപ്പോൾ ഈസയ്ക്ക് റീഡിങ് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇങ്ങനത്തെ തമാശ കഥകളൊക്കെ ആണെങ്കിൽ ആൾ വായിക്കും. അല്ലെങ്കിൽ അവൾക്ക് അതിനെക്കാട്ടും ഇഷ്ടം ക്രാഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ കൂടുതൽ ഇഷ്ടം. ഓരോരുത്തരും ഓരോ ടൈപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ റോസൂനാണെങ്കിൽ ഇഷ്ടമാണ് റീഡിങ്, പക്ഷേ ഇപ്പോൾ ഇത്തിരി മടിയാണ്. വേറെ കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് പോയി ഇത്തിരി മടിയുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് റോസ് ദേ ഇവിടെ മാല, നമ്മുടെ മുത്തുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മളിങ്ങനെ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ്. ആ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും മാലയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അവൾ പറഞ്ഞൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇതൊക്കെ വെക്കേഷൻ ആയപ്പോഴാണ് കേട്ടോ അതെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. ക്ലാസ്സുള്ള ദിവസം ഒന്നും ഇത് എടുക്കാനോ നോക്കാനോ കുറച്ച് നേരമൊക്കെ കളിക്കാനുണ്ടാവും, പക്ഷേ ഇതിനൊന്നും നേരമില്ലാത്ത പോലെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരിതെല്ലാം എടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം ഫോൺ അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ കുറേ വേറെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം അല്ലെങ്കിൽ ഞാൻ എല്ലാവട്ടം ഇങ്ങനെ പറയണം, റോസു അതെടുക്ക് ഇതൊക്കെ ചെയ്യുന്നൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം അവർ തനിയെ ഓരോ ഐറ്റംസ് അവർ തന്നെ പ്ലാൻ ചെയ്ത് അവർ തന്നെ അവരുടെ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ചെയ്യണം കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം വലുതായി കഴിഞ്ഞപ്പോൾ അവർ കുറേ കൂടിയൊക്കെ തന്നെ ചെയ്യണം കണ്ടപ്പോൾ ഒരു സന്തോഷം. എന്നാൽ മനസ്സിൽ കുഞ്ഞൊരു സങ്കടം, ഇവർ വലുതായി പോവല്ലേ എന്ന് കാണുമ്പോൾ. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെപ്പോഴും അവരോട് ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ പറയുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് അവരെപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. പക്ഷേ ഇപ്പോൾ അവർക്ക് തനിയൊക്കെ ചെയ്യാൻ പറ്റി തുടങ്ങി, അതൊരു സന്തോഷമാണ്. എന്നാൽ അവർ വലുതാവണ കാണുമ്പോൾ അവരുടെ കുഞ്ഞു കാലമൊക്കെ നമ്മൾ മിസ് ചെയ്യൂലേ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ സമയം 4 മണിയായി. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന സമയമാണ്. ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയൊക്കെ പോവുകയാണെങ്കിൽ, ചിലപ്പോൾ ഞങ്ങളായാലും കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 4:30 ആവും കേട്ടോ ചായ കുടിക്കുമ്പോൾ. ഇന്നത്തെ ദിവസം അങ്ങനെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 4 മണിയായിപ്പിക്കും ചായ കുടിച്ചു. എന്തെങ്കിലും സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 4:30 ആകുമ്പോൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സൈക്കിൾ ചവിട്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം ബോർഡ്, അങ്ങനത്തെ ബോർഡ് ഗെയിംസൊക്കെ കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പുറത്ത് ആണ് കൂടുതൽ ആ സമയത്ത് ഇരിക്കുക. ഇന്ന് അവർ പുറത്തോട്ട് സൈക്കിൾ ചവിട്ടാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു കാര്യമുള്ളത്, കുറച്ച് നേരത്തേക്ക് ഒരു അരമണിക്കൂറത്തേക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ഓടിച്ചൊക്കെ നടക്കും. അരമണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ തർക്കാവും. പിന്നെ അവർ കോമ്പറ്റീഷൻ വെക്കും. അത് കഴിഞ്ഞ് ഒരാളതിൽ തോൽക്കൂലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും തല്ലൂട്ടും ആവും. ഇവിടെ നിർത്തിയിട്ട് ഗേറ്റിൻ്റെ അവിടെ എനിക്ക് അവിടേക്ക് അങ്ങോട്ട് പൊക്ക ഏയ് ഇതെന്നിട്ട് കാണിച്ചു വിളി മനസ്സിലാകും. അങ്ങനെ സമയം ഇപ്പോൾ 5:15 ആയിട്ടുണ്ട്. സൈക്കിളൊക്കെ ഓടിച്ച് വന്ന് ക്ഷീണമായി. ഇനി കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഈ ഒരു ബോർഡ് ഗെയിം അല്ലെങ്കിൽ ഒരു കാർഡ് ഗെയിമാണ് കളിക്കാനായിട്ട് പോണത്. ഇങ്ങനെ ഓരോ ബോർഡ് ഗെയിംസ് വേറെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഹാരി പോട്ടർ എന്ന് പറഞ്ഞ മൂവിയിലെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു കാർഡ് ഗെയിമാണ്. അപ്പോൾ ഓരോ കാർഡുകളുടെ ഉള്ളിൽ ആ ഒരു മൂവിയിലെ ഒരു ക്യാരക്ടറിൻ്റെ പിക്ചർ ഉണ്ടായിരിക്കും. ആ ഒരു ക്യാരക്ടറുമായി ബന്ധപ്പെട്ട 10 ക്ലൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളൊരു കാർഡ് എടുത്തു എന്ന് വിചാരിക്കും. ആ കാർഡ് എടുത്തിട്ട് നമ്മൾ ഓരോ ക്ലൂ വീതം പറയാം. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന പ്ലെയർ ഈ ക്യാരക്ടറിനെ കണ്ടുപിടിക്കുന്ന ഈ ക്ലൂ വെച്ചിട്ട് അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ കാർഡ് അവർക്ക് കൊടുക്കും, അവർക്ക് പോയിന്റ് കിട്ടും. പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ മറ്റു വ്യക്തിക്ക് തന്നെ പോയിന്റും കിട്ടും. അങ്ങനെ ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന ആളാണ് വിന്നർ. അപ്പോൾ ഇതിൽ കണ്ടില്ല ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചേഴ്സും ക്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ പേര് ഗെസ് ഇൻ 10 എന്നാണ്. ഇതേപോലത്തെ തന്നെ പല തീമിൽ വരുന്ന ബോക്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൂവി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ തീമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലത്തെ പലതരത്തിലുള്ള ഗെയിം ബോർഡ്സ് വരുന്നുണ്ട്. ബേസിക്കായിട്ട് നമ്മുടെ പാമ്പുംകോണി, ലുഡോ അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിച്ച് ഇങ്ങനെ ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് മേടിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗെയിം കാർഡുകൾ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പ്ലേ ചെയ്യാം. അപ്പോൾ കുറച്ച് എഫേർട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ വെക്കേഷൻ സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് ഗെയിമുകളും കൂടി ഒന്ന് കളിക്കണേ. അങ്ങനെ സമയം ഏകദേശം ഇപ്പോൾ ഒരു 5:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി ഈ ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. കാരണം സൈക്കിളൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെ റൊട്ടീനിന് കുറച്ചും കൂടി എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുളിച്ച് ഫ്രഷായി വന്നു. ഇനി കുറച്ച് നേരം നമ്മൾ ഫോൺ കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമാണ്. നമ്മളിനി കുറച്ച് നേരം, അതായത് ഒരു 6:30 മുതൽ 7:15 വരെ ഒരു 45 മിനിറ്റ്സ് നമ്മൾ ഫോണിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഗെയിമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണണമെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ടൈമാണ്. TV കാണണമെങ്കിൽ അങ്ങനെ.
അപ്പോൾ ഇവർ രണ്ടുപേരും ഒരാൾ എൻ്റെ ഫോൺ എടുത്തിരിക്കുക, ഒരു ഫോൺ നമ്മൾ എക്സ്ട്രാ ഓൺലൈൻ ക്ലാസ്സൊക്കെ വന്ന സമയത്തുള്ളൊരു ഫോണുണ്ട്. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഒരു ഗെയിം തന്നെ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാൻ പറ്റും, രണ്ടുപേർക്കും കളിക്കാം. ആ ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് അവതാർ വേൾഡ്. നേരത്തെ ഞാൻ രാവിലെ ആദ്യം കാണിച്ചെന്നില്ലേ ടോക്ക ബോക്ക എന്ന് പറഞ്ഞ ഗെയിം, അതിൻ്റെ തന്നെ കുറച്ചും കൂടി കുറേ കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഉള്ളൊരു ഗെയിമാണിത്. ഇതിൽ നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ടൊക്കെ കളിക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ഗെയിമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ കാണിച്ച ഗെയിം പോലെ തന്നെയാണ്. ഒരു സ്ഥലത്തെ കുറേ സ്ഥലങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇവരിന്ന് ബ്യൂട്ടി സലൂണിൽ പോയിട്ട് ഒരു സ്പായിൽ പോയിട്ട് അവിടെ രണ്ടുപേരും കൂടിയിട്ട് അവിടെയുള്ള ഇൻട്രാക്ഷൻസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പായിൽ ചെല്ലാം, അവിടുത്തെ കോസ്റ്റ്യൂമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഫേഷ്യൽ ചെയ്യാം, ബോഡി മസാജ്, അങ്ങനെയുള്ള കുറേ ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഈ ഒരു സ്പാലുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ല, അവർ രണ്ടുപേരും അങ്ങനെയൊക്കെ ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു ഗെയിം. രണ്ടുപേരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ഈ ഒരു ഗെയിം ഇതുപോലെ പ്ലേ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് രണ്ട് പേർക്കും ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റും ഒരേ ഗെയിമിൽ. അങ്ങനെയൊക്കെയാണ് ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല രസമാട്ടോ, എനിക്കിതിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിലിരിക്കുന്ന ആ ഷെൽഫിലെ ഓരോ കുഞ്ഞു ഐറ്റംസ് വരെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. മാത്രമല്ല ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മാച്ച് കളയാൻ വേണ്ടിയുള്ള ടവല്, അതുപോലെ സോപ്പ്, ഹാൻഡ് വാഷ്, ഇതെല്ലാം അവിടെ കുഞ്ഞു സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ വേൾഡ് ഉണ്ട്. എയർപോർട്ട് ഉണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ കാണിച്ച ടോക്ക ബോക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗെയിമിനെക്കാട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ശരിക്കും ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് നടക്കണേ അതേപോലെ നടക്കാം. വേറെ പൈസയൊന്നും കൊടുക്കേണ്ട, എല്ലാ ഐറ്റംസും ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് നടക്കാം. ഈ ഒരു ഗെയിമിലും അതേ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രണ്ട് ഗെയിമും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, ചിലപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഗെയിം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ടൈപ്പ് ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഇസയ്ക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ മടുത്തു കേട്ടോ. അതുകൊണ്ട് അവൾ പിന്നെ നിർത്തിയിട്ട് അവൾ യൂട്യൂബ് ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുക. അവൾക്ക് കൂടുതൽ ഇഷ്ടം യൂട്യൂബ് ഷോർട്സും പിൻട്രസ്റ്റുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോസുവിനാണ് ഇങ്ങനത്തെ ക്യൂട്ട് ഗെയിംസൊക്കെ ഇപ്പോൾ ഇഷ്ടം. ഏജ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റുകളും മാറുമല്ലോ. അപ്പോൾ ഇസ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ തമാശ വീഡിയോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സിനിമയുടെ എക്സ്പ്ലനേഷൻ വരില്ലേ, അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ സമയം 7:15 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി ഈ ഒരു ടൈം അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ടൈം കണ്ടെത്തുന്ന സമയമാണ്. ഞാനങ്ങനെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഫുൾ ടൈം അവരുടെ കൂടെ കുറേ നേരം എനിക്ക് ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അവർ അവരുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേപ്പർ ക്രാഫ്റ്റ് നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയില്ല. നമ്മളൊരു പെൺകുട്ടിയുടെ ഫേസ് ഇങ്ങനെ വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ സ്റ്റിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കി. ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്തിട്ടാണ് കേട്ടോ കളറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തൊരു ക്രാഫ്റ്റ് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ചിലത് നമ്മൾ പ്ലാസ്റ്റിക് കവറിലൊക്കെ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് തന്നെ കേട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ അത് റോസ് പോയി അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് നോക്കിയപ്പോൾ അതൊന്നും കേടായിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ സമയം 8 മണിയായപ്പോൾ പ്രയറിൻ്റെ ടൈമാണ്. പ്രയർ കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനെപ്പോഴും പറയാറില്ല, എന്തെങ്കിലും സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് കാണും. അങ്ങനെ ഭക്ഷണം കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 9 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ പാത്രം കഴുകലൊക്കെ ഈസയാണ് ചെയ്യണത്. റോസും ആണെങ്കിൽ ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കും. ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്തിടുക, അതൊക്കെ ചെയ്യും. ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെയാണ് ഈ പണികളൊക്കെ ചെയ്യാനായിട്ട് വരാറുള്ളത്. കാരണം എല്ലാവരും കൂടി ചെയ്യുമ്പോൾ വേഗം കഴിയും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇവർ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ പോവും, ക്ലാസ്സുകൾ ദിവസമാണെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവും. ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം സിനിമ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ അതിങ്ങനെ കണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പടം സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന് പറഞ്ഞിട്ട് പഴയ സിനിമയാണ്, പക്ഷേ നല്ല തമാശ പടമാണ്, ഇന്നസെൻ്റൊക്കെ ഉള്ളൊരു മൂവിയാണ്. നമ്മുടെ മൈ ഡിയർ കുട്ടി ചാത്തനില്ലേ, അതിൻ്റെ തന്നെ വേറൊരു വേർഷൻ എന്ന് പറയാം. പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇവർ ഇതുവരെ കണ്ടിട്ടില്ലേ. ഞാനാണെങ്കിൽ പണ്ട് ഇത് ടി വിയിൽ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഇത് വല്ലപ്പോഴും മാത്രമേ പണ്ട് ടി വിയിൽ വരാറുള്ളൂ കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യും സിനിമ കാണാൻ, കാരണം കുറേ തമാശയൊക്കെ ഉണ്ട്. ഇവർക്കും അതെ, ആദ്യം ഇങ്ങനെ പഴയ പടം വയ്ക്കുമ്പോൾ അത്ര ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞത് കണ്ട് വന്നപ്പോൾ ഇവർക്ക് പഴയ പടങ്ങളായാലും ഇപ്പം ഇഷ്ടം. പുതിയ പടം വയ്ക്കുമ്പോഴേക്കും അവർ പറയുക ഇത് വേണ്ട, പഴയത് കാണാം, അതിൽ കുറേ തമാശയുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പടം കുറച്ച് നേരം കണ്ടു. പിന്നെ ഞങ്ങൾ അവസാനം ഓഫ് ചെയ്തു, 10:30. കാരണം എന്ന് വെച്ചാൽ അടുത്ത ദിവസം രാവിലെ പള്ളിയിൽ പോകണം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിരുന്നാൽ രാവിലെ എഴുന്നേക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് ചെയ്തു. അവർക്ക് വിഷമമായി, കുറച്ചും കൂടി നേരം ഇരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ നമ്മൾ പിന്നെ ഓഫ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.